എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഈ ഒരു കർമ്മത്തെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ എന്ന് ആ പ്രകൃതി ശക്തിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 18. 18 അല്ലേ നമ്മുടെ അധ്യായത്തിൻ്റെ? അതെ. അപ്പോൾ 18ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത് മൈത്രേയ മഹർഷി വിതുരർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാന്റെ വരാഹാവതാരവും ഹിരണ്യാക്ഷനും തമ്മിലുള്ള യുദ്ധം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന്. അപ്പോൾ ഹിരണ്യാക്ഷൻ തനിക്കൊത്ത ഒരു പോരാളിയെ, ഒരു എതിരാളിയെ അന്വേഷിച്ച് പല പല സ്ഥലങ്ങളിൽ നടന്ന് അവസാനം ജലത്തിലേക്ക് പോയി. ദേവലോകത്ത് ചെന്നപ്പോൾ ദേവന്മാരെ ആരെയും കണ്ടില്ല. അവർ പേടിച്ചോടിപ്പോയപ്പോൾ അവരെ കാണാൻ പോലും നിൽക്കാതെ ജലത്തിലേക്ക് പോവുകയാണ്. ജലത്തിലേക്ക് പോയപ്പോഴാണ് അവിടെ ജലത്തിൻ്റെ അന്തർഭാഗത്ത് വെച്ച് വരുണദേവനെ കാണുന്നത്. അങ്ങനെ വരുണദേവനെ കണ്ടപ്പോൾ വരുണദേവനോട് യുദ്ധത്തിന് വിളിക്കുകയാണ്. അപ്പോൾ വരുണദേവനാണ് പറയുന്നത്, അങ്ങയ്ക്കൊത്ത എതിരാളി ഞാനല്ല, അതിന് സാക്ഷാൽ ഭഗവാൻ ശ്രീഹരി തന്നെയാണ്. അപ്പോൾ ഹിരണ്യാക്ഷൻ എത്രയും പെട്ടെന്ന് ശ്രീഹരിയെ ഭഗവാനെ പോയി കാണൂ എന്നാണ് പറയുന്നത്. അങ്ങനെ വരുണദേവൻ പറഞ്ഞതനുസരിച്ച് ഭഗവാനെ കാണാനായിട്ട് ഹിരണ്യാക്ഷൻ പോവാൻ നിൽക്കുമ്പോൾ ഭഗവാൻ എവിടെയാണ് ഉള്ളത് എന്ന് നാരദ മഹർഷിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ രസാതല ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ തൻ്റെ ദംഷ്ട്രയുടെ അഗ്രഭാഗത്ത് ഭൂമിയെ എടുത്ത് പിടിച്ച് ചുവന്നു തുടുത്ത കണ്ണുകളോടുകൂടി ഹിരണ്യാക്ഷൻ്റെ മുഴുവൻ പ്രഭാവത്തെയും ക്ഷയിപ്പിച്ചു കളയുന്ന രീതിയിൽ ഇങ്ങനെ ദേഷ്യത്തോടുകൂടി ഹിരണ്യാക്ഷനെ നോക്കി നിൽക്കുന്ന വരാഹമൂർത്തിയായി നിൽക്കുന്ന ഭഗവാനെയാണ് ഹിരണ്യാക്ഷൻ കണ്ടത്. കണ്ട മാത്രയിൽ ഹിരണ്യാക്ഷൻ ഒന്ന് കളിയാക്കിക്കൊണ്ട്, ഓ ഇതൊരു മൃഗമാണോ, കരയിലും ജലത്തിലും ജീവിക്കുന്ന ഒരു മൃഗമാണോ ഈ ഭഗവാൻ എന്ന് പറയുന്നത് എന്ന് കളിയാക്കിക്കൊണ്ട് ഭഗവാനെ നോക്കി പരിഹസിച്ചുകൊണ്ടാണ് പറയുന്നത്. പിന്നെ പറയാണ്, ദേവന്മാരൊക്കെ നിന്നെ പോഷിപ്പിച്ചത് അസുരന്മാരെ വധിക്കാനാണ്, പക്ഷെ നീ യഥാർത്ഥത്തിൽ ഒട്ടും പൗരുഷം ശക്തിയില്ലാത്തവനാണ്. അതുകൊണ്ടാണ് മായാവിദ്യയെ ഉപയോഗിച്ച് മായ കാണിച്ചുകൊണ്ടാണ് നീ അസുരന്മാരെ വധിക്കുന്നത്. അങ്ങനെ ഒട്ടും പൗരുഷം ശക്തിയില്ലാത്ത നിന്നെ ഞാൻ ഇവിടെ വെച്ച് വധിക്കാൻ പോവുകയാണ്. അതോടുകൂടി എൻ്റെ ബന്ധുമിത്രാദികളുടെ, അതായത് മറ്റസുരന്മാരുടെ ദുഃഖമൊക്കെ ഞാൻ ഇല്ലാതാക്കും. ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഗദ കൊണ്ട് നിന്റെ തലയിൽ ഞാൻ അടിച്ച് പ്രഹരമേൽപ്പിച്ച് നീ അതോടുകൂടി വധിക്കപ്പെടുന്നു. അതോടുകൂടി നിന്നെ പൂജിച്ചു പോന്നിരുന്ന ദേവന്മാർക്കും മഹർഷിമാർക്കും വേറെ സഹായമില്ലാതെ അവരും നിസ്സഹായരായി പോകും. ഇങ്ങനെ ഇതുപോലെ ഭഗവാനെ നോക്കി ഇങ്ങനെ പരിഹസിച്ചുകൊണ്ട് പറയുന്ന ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് ഭഗവാന് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ തൻ്റെ ദംഷ്ട്രയുടെ അഗ്രഭാഗത്ത് ഹിരണ്യാക്ഷൻ്റെ ഈ പോരിനുള്ള വിളിയും യുദ്ധത്തിന് വിളിയും ഈ പരിഹാസ ശബ്ദങ്ങളും ഒക്കെ കേട്ടിട്ട് ഭയന്ന് വിറച്ച് ഭൂമിദേവി ഇങ്ങനെ ഇരിക്കുന്നതാണ് ഭഗവാൻ കണ്ടത്. അപ്പോൾ ഭഗവാന്റെ ദേഷ്യമൊക്കെ ഭഗവാൻ തന്നെ സ്വയം അതിനെ അങ്ങോട്ട് നിയന്ത്രിച്ച് പിടിച്ചിട്ട് ആദ്യം ഹിരണ്യാക്ഷനോട് യുദ്ധം ചെയ്യുന്നതിന് മുൻപ് ഭൂമിയെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് സ്ഥാപിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ജലാന്തർഭാഗത്ത് നിന്ന് മുകളിലേക്ക് കുതിച്ച് ഉയരുകയാണ് ഭഗവാൻ ചെയ്തത്. അപ്പോൾ ഭഗവാൻ പോകുന്ന നേരത്ത് ഹിരണ്യാക്ഷൻ പിന്നാലെ ചെല്ലുകയാണ്. അപ്പോൾ ഹിരണ്യാക്ഷന്റെ മനസ്സിൽ തോന്നിയത് ഭഗവാൻ തന്നെ കണ്ട് പേടിച്ചു കൊടുക്കുകയാണെന്ന. അപ്പോൾ ഹിരണ്യാക്ഷൻ ഭഗവാനെ പിന്തുടർന്നുകൊണ്ട് ജലത്തിൻ്റെ ഉപരിതലത്തിലേക്ക് മുകളിലേക്ക് ചെന്നിട്ട് ഭഗവാനെ നോക്കിയിട്ട് പറയാണ്, ലജ്ജയില്ലാത്ത അധമനായ നിനക്ക് എന്താ ചെയ്യാൻ പാടില്ലാത്തത്? യുദ്ധഭൂമിയിൽ നിന്ന് എന്നെ കണ്ട് പേടിച്ചോടി പോവുകയാണ് നീ ചെയ്തത് എന്ന് പറഞ്ഞ് വീണ്ടും പിന്നാലെ ചെന്ന് ഭഗവാനെ പരിഹസിക്കുകയാണ്. അപ്പോൾ ഭഗവാനാകട്ടെ ജലത്തിൻ്റെ മുകൾ ഭാഗത്ത് ആ ഭൂമിയെ അങ്ങ് സ്ഥാപിച്ചു, ഒരു സുരക്ഷിതമായ സ്ഥലത്ത് തൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിൽ. എന്നിട്ട് സ്വന്തം ശക്തിയെ ഭൂമിയുടെ ഉള്ളിലേക്ക് നിക്ഷേപിക്കുകയാണ്. കാരണം ജലത്തിൻ്റെ ഉപരിതലത്തിൽ ഇങ്ങനെ ഒഴുകി നിൽക്കുന്ന രീതിയിൽ ഭൂമിക്ക് നിൽക്കാനുള്ള ശക്തിക്കായിട്ട്
സ്വന്തം ശക്തിയെ ഭൂമിയിലേക്ക് നിക്ഷേപിച്ചിട്ട് ഹിരണ്യാക്ഷനെ കോപത്തോടു കൂടി ഒന്ന് നോക്കുകയാണ്, ഇനി യുദ്ധത്തിന് തയ്യാറായി എന്ന രീതിയിൽ. ഈ സമയം ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള മറ്റു ദേവന്മാരൊക്കെ ഇത് കാണാനായിട്ട് വന്ന് ഈ ഒരു ഭഗവാനെ കണ്ടുകൊണ്ട് സ്തുതിച്ച്, ഭൂമിദേവിയെ സുരക്ഷിതമാക്കിയപ്പോൾ ഭഗവാനെ സ്തുതിച്ച് ഭഗവാന്റെ നേരെ പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്തു. അങ്ങനെ ഭഗവാൻ ഹിരണ്യാക്ഷനെ നോക്കി കോപം കൊണ്ട് ജ്വലിച്ചുകൊണ്ട് ഹിരണ്യാക്ഷനോട് പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു: നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ കരയിലും ജലത്തിലും ജീവിക്കുന്ന ഒരു മൃഗമാണ്. പക്ഷേ ഞാൻ ഈ രൂപമെടുത്തത് നിന്നെ പോലെയുള്ള നായ്ക്കളെ വധിക്കാനാണ്. മരണമാസന്നമായി നിൽക്കുന്ന നിന്റെ ഇതുപോലെയുള്ള വീരവാദങ്ങളൊക്കെ വർത്തമാനമൊക്കെ ആര് വകവയ്ക്കാനാണ്? നീ നേരത്തെ പറഞ്ഞല്ലോ എന്നെ നീ കൊല്ലാൻ പോവുകയാണെന്നൊക്കെ. അങ്ങനെ നീ നിന്റെ ബന്ധുമിത്രാദികളെ സംരക്ഷിക്കാൻ പോവുകയാണെന്നും പറഞ്ഞു, അവരുടെ ദുഃഖം തുടച്ചു നീക്കാൻ പോവുകയാണെന്നും പറഞ്ഞു. ആ പറഞ്ഞ കാര്യം നീ എത്രയും വേഗം ചെയ്തു കാണിക്ക്. നീ എന്നോട് യുദ്ധത്തിന് വാ. ഇനി അത് നിനക്ക് ആ പ്രതിജ്ഞ നിനക്ക് നിറവേറ്റാൻ പറ്റിയില്ലെങ്കിൽ നീ പിന്നെ സഭയിലിരിക്കാൻ യോഗ്യനല്ല. അതായത് അസുരന്മാരുടെ രാജാവായി നിൽക്കാൻ പിന്നെ നിനക്ക് യാതൊരു യോഗ്യതയില്ല എന്ന് പറഞ്ഞിട്ട് ഹിരണ്യാക്ഷനെ യുദ്ധത്തിന് വിളിച്ചപ്പോൾ ഹിരണ്യാക്ഷൻ ഇതൊക്കെ അങ്ങോട്ട് കേട്ടപ്പോൾ കോപം സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഹിരണ്യാക്ഷൻ തൻ്റെ കയ്യിലുള്ള ഗദ കൊണ്ട് ഭഗവാനെ അടിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ഒരു വശത്തേക്ക് ചെരിഞ്ഞിട്ട് ആ ഗദാപ്രഹരത്തെ ഒഴിവാക്കുകയും ചെയ്തു. ഇത്രയും ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇനി ശ്ലോകം 16. പുനഃ ഗധാം സ്വാം ആദായ ഭ്രാമയന്തം അഭീക്ഷ്ണശഃ അഭ്യതാവത് ഹരിഃ ക്രൂധഃ സംരംഭാത് ദംഷ്ടദശ്ചദം. പുനഃ ഗധാം സ്വാം ആദായ ഭ്രാമയന്തം അഭീക്ഷ്ണശഃ അഭ്യതാവത് ഹരിഃ ക്രൂധഃ സംരംഭാത് ദശ്ചദം. അതായത് പുനഃ വീണ്ടും ഗദാം സ്വാം എന്ന് വെച്ചാൽ സ്വന്തം തൻ്റെ ഗദ കൊണ്ട് ആദായ അതായത് തൻ്റെ ഗദയെ എടുത്തിട്ട് ഭ്രാമയന്തം എന്ന് വെച്ചാൽ ഇങ്ങനെ ചുഴറ്റുകയാണെന്ന്, അഭീക്ഷ്ണശഃ എന്ന് വെച്ചാൽ ആവർത്തിച്ച് വീണ്ടും വീണ്ടും തൻ്റെ ഗദയെടുത്തിട്ട് ആവർത്തിച്ച് ചുഴറ്റിക്കൊണ്ട് നിൽക്കുന്ന അഭ്യതാവത് ആ ഹിരണ്യാക്ഷൻ്റെ നേരെ അങ്ങനെ ഭഗവാനെ അടിക്കാൻ ആദ്യത്തെ അടി ഭഗവാൻ ഒഴിഞ്ഞു മാറി, വീണ്ടും ഭഗവാനെ അടിക്കാൻ ഗദയെടുത്തിട്ട് ഇങ്ങനെ ചുഴറ്റിക്കൊണ്ട് നിൽക്കുന്ന ആ ഹിരണ്യാക്ഷൻ്റെ നേരെ പാഞ്ഞെടുത്തു എന്ന്. അഭ്യതാവത് എന്ന് വെച്ചാൽ പാഞ്ഞെടുത്തു. ക്രൂധഃ കരിഹരി കോപത്തോടു കൂടി നിൽക്കുന്ന ഭഗവാൻ സംരംഭാത് ക്രോധാവേശത്താൽ ആ കോപത്തിൻ്റെ ഉച്ചസ്ഥായി ആ അവസ്ഥയിൽ ദശ്ചദം എന്ന് വെച്ചാൽ തൻ്റെ ചുണ്ടുകൾ ദഷ്ടഹ കടിച്ചിട്ട് ആ ദേഷ്യം കൊണ്ട് ചുണ്ട് കടിച്ചിട്ട് ഹിരണ്യാക്ഷൻ്റെ നേരെ ഭഗവാൻ പാഞ്ഞെടുത്തു. അതാണ് പറയുന്നത്. ഇനി ശ്ലോകം 17. തതഃ ച ഗദയാ അരാദീം ദക്ഷിണസ്യാം ഭ്രുവി പ്രഭുഃ ആജഗ്നേ സഹ തൂ താം സൗമ്യ ഗദയാ കോവിദഃ അഹനത്. തതഃ ച ഗദയാ അരാദീം ദക്ഷിണസ്യാം ഭ്രുവി പ്രഭുഃ ആജഗ്നേ സഹ തൂ താം സൗമ്യ ഗദയാ കോവിദഃ അഹനത്. അതായത് തതഃ അനന്തരം. അപ്പോൾ ആദ്യത്തെ അടി ഭഗവാൻ ഒഴിഞ്ഞു മാറി, രണ്ടാമതും ഭഗവാൻ അടിക്കാൻ നോക്കിയപ്പോൾ ഭഗവാൻ തന്നെ ദേഷ്യത്തോട് ക്രോധത്തോടു കൂടി ഹിരണ്യാക്ഷൻ്റെ നേരെ പാഞ്ഞു ചെന്നു. എന്നിട്ട് അനന്തരം ഗദയ എന്ന് വെച്ചാൽ ഗദ കൊണ്ട് അരാദി എന്ന് വെച്ചാൽ തൻ്റെ ശത്രുവിൻ്റെ, അരാദി എന്ന് വെച്ചാൽ ശത്രുവിൻ്റെ ഗദ കൊണ്ട് ദക്ഷിണസ്യാം എന്ന് വെച്ചാൽ വലതുപുരികം, ആ വലതുപുരികം ദക്ഷിണസ്യാം ബ്രുവി എന്ന് വെച്ചാൽ വലതുപുരികം പ്രഭു. അതായത് ഭഗവാൻ വീണ്ടും തന്നെ അടിക്കാനായിട്ട് ഗദ ചുഴറ്റി നിൽക്കുന്ന തൻ്റെ ശത്രുവിൻ്റെ വലതുപുരികത്തിൽ ആജഗ്നേ എന്ന് വെച്ചാൽ അടിച്ചു എന്നാണ്. അതും സ്വന്തം ഗദ കൊണ്ട്. മനസ്സിലായോ? കയ്യിലുള്ള ഗദ എടുത്തിട്ട് തൻ്റെ ദേഷ്യത്തോട് തന്നെ അടിക്കാൻ നിൽക്കുന്ന തൻ്റെ ശത്രുവിൻ്റെ വലതുപുരികത്തിൽ ഭഗവാൻ ആജഗ്നെ അടിച്ചു. സഹത്തു എന്നാൽ ആ ഹിരണ്യാക്ഷനാകട്ടെ താം ആ അടിയെ സൗമ്യ, ഇവിടെ സൗമ്യ എന്ന് വിളിക്കുന്നത് മൈത്രേയ മഹർഷി വിതുരരെ, അല്ലയോ വിതുരരെ, ഗദയ തൻ്റെ ഗദ കൊണ്ട് കോവിദഃ എന്ന് വെച്ചാൽ വിദഗ്ധൻ, നല്ല യുദ്ധ കഴിവുള്ള നിപുണനായിട്ടുള്ള ഹിരണ്യാക്ഷൻ അഹനത് തടുത്തു. ഭഗവാൻ ഹിരണ്യാക്ഷൻ്റെ വലതുപുരികത്തിലേക്ക് ഗദ കൊണ്ടടിച്ചപ്പോൾ യുദ്ധതന്ത്രത്തിൽ വളരെ വിദഗ്ധനായിട്ടുള്ള ഹിരണ്യാക്ഷൻ തൻ്റെ കയ്യിലുള്ള ഗദ കൊണ്ട് ഭഗവാന്റെ ആ പ്രഹരത്തെ തടുത്തു. അങ്ങനെ ശ്ലോകം 18. ഏവം ഗദാഭ്യാം ഗുർവിഭ്യാം ഹര്യക്ഷഃ ഹരിഹി ഏവച ഹര്യക്ഷഃ ഹരിഹി ഏവച ജിഗീഷയാ സുസംരബ്ധൗ അന്യോന്യം ശബ്ദം ഉണ്ടാക്കരുത്.
അന്യോന്യം അഭിജഗ്നതുഹു അന്യോന്യം അഭിജഗ്നതുഹു ഏവം ഗദാഭ്യാം ഗുർവീഭ്യാം ഹര്യക്ഷഃ ഹരിഹി ഏവച ജിഗീഷയാ സുസംരബ്ധൗ അന്യോന്യം അഭിജഗ്നതുഹു ഏവം ഇപ്രകാരം. അപ്പം രണ്ടുപേരും കയ്യിലുള്ള ഗദ കൊണ്ട് അവിടെ ഒരു ഗദായുദ്ധമാണ് അവിടെ നടക്കുന്നത്. ഭഗവാൻ വരാഹമൂർത്തിയും ഹിരണ്യാക്ഷനും തമ്മിൽ അവരവരുടെ കയ്യിലുള്ള ഗദ കൊണ്ട് വളരെ ശക്തമായ ഒരു യുദ്ധം, അവിടെ അതിഗംഭീരമായ ഒരു യുദ്ധം നടക്കുകയാണ്. അതാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. ഇപ്രകാരം ഏവം എന്ന് വെച്ചാൽ ഇപ്രകാരം ഗദാഭ്യാം അവരവരുടെ കയ്യിലുള്ള ഗദ കൊണ്ട് ഗുർവീഭ്യാം എന്ന് വെച്ചാൽ കനത്ത നല്ല കനമുള്ള നല്ല എന്താ പറയുക ഭാരമുള്ള ആ അവരവരുടെ കയ്യിലെ ഗദ കൊണ്ട് ഹര്യക്ഷഃ എന്ന് വെച്ചാൽ ഹിരണ്യാക്ഷനും ഹരിഹി ഏവച ഭഗവാൻ ശ്രീഹരിയും അവർ പരസ്പരം അവരുടെ കയ്യിലുള്ള ഗദ കൊണ്ട് ജിഗീഷയ എന്ന് വെച്ചാൽ വിജയിക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് സുസംരബ്ധൗ എന്ന് വെച്ചാൽ ക്ഷുഭിതനായിട്ട് കോപത്തോടു കൂടി അന്യോന്യം പരസ്പരം അഭിജഗ്നതു അവർ അടിച്ചു എന്ന് ഗദ കൊണ്ട്. അപ്പൊ രണ്ടുപേരും വരാഹമൂർത്തിയും ഹിരണ്യാക്ഷനും അവരവരുടെ കയ്യിലുള്ള ഗദ കൊണ്ട് വിജയിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി കോപാവേശത്താൽ പരസ്പരം ഗദായുദ്ധം ചെയ്തു അവിടെ. അപ്പൊ ഭഗവാന് സത്യം പറഞ്ഞാന്ന് ആലോചിച്ച് നോക്കൂ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഗദ കൊണ്ട് പരസ്പരം അടിച്ച് യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നും ഭഗവാന് ശരിക്കും പറഞ്ഞില്ല. ഒരു നിമിഷം കൊണ്ട് വേണമെങ്കിൽ ഹിരണ്യാക്ഷനെ തീർക്കാം. പക്ഷെ ഭഗവാൻ എന്താണെന്നറിയോ, ഒരു സർപ്പത്തെ ഇട്ട് അല്ലെങ്കിൽ ഒരു പാമ്പിനെ ഇട്ട് കളിപ്പിക്കുന്നത് പോലെ ഹിരണ്യാക്ഷനെ ഇങ്ങനെ എതിർത്ത് ദേഷ്യപ്പെടുത്തി ഗദ കൊണ്ടടിച്ച് ഹിരണ്യാക്ഷന്റെ ഗദ പ്രഹരത്തെ ഒഴിഞ്ഞു മാറുമ്പോൾ ദേഷ്യം വരുമല്ലോ ശത്രുവിനെ. അവന്റെ ദേഷ്യത്തെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരമാവധി അങ്ങ് ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് അങ്ങോട്ട് കൊല്ലാതെ അവന്റെ കോപത്തിനെ അതിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഭഗവാൻ ഇങ്ങനെ അവനെ പ്രകോപിപ്പിക്കാനായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്നൊരു നിമിഷത്തിൽ അവനെ വധിക്കാതെ അവൻ്റെ കോപം അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് അതിൻ്റെ മാക്സിമം ലെവലിൽ അവൻ ദേഷ്യത്തിൽ നിന്ന് കഴിയുമ്പോൾ എന്നിട്ട് പരാജയപ്പെടുമ്പോൾ തന്നെയാണ് അവൻ പോലും ആ യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഞാനൊരു വലിയൊരു അഹങ്കാരത്തിൽ എൻ്റെ ശക്തി എൻ്റെ കഴിവ് എന്ന അഹങ്കാരത്തിലാണ് ഞാൻ ഇരുന്നിരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം അപ്പോഴാണ് അവൻ തിരിച്ചറിയുക. പെട്ടെന്ന് അവനെ അങ്ങോട്ട് വധിക്കാൻ പാടില്ലല്ലോ. അവന് സത്യത്തിൽ ഈ ജയവിജയന്മാരാണല്ലോ ഇവർ രണ്ടുപേരും, ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും. അപ്പം അന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഭൂമിയിൽ അസുരന്മാരായി ജനിക്കും, ഞാൻ തന്നെ വന്ന് നിങ്ങളെ ആ ഭേദചിന്ത ആ അഹങ്കാരം ശമിപ്പിച്ച് നിങ്ങളെ തിരിച്ച് മോക്ഷം നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മോക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ അഹം പൂർണ്ണമായി ശമിക്കണം. ഞാൻ എന്ന എൻ്റെ ശക്തി എന്ന അഹങ്കാരം അത് ശമിക്കണമെങ്കിൽ അത് അതിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്തണം. മനസ്സിലായില്ലേ? എന്തും നമ്മളെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ അനുഭവിച്ചു കഴിയുമ്പോൾ മാത്രമാണ് നമുക്കത് വേണ്ടാതാകുന്നത് എന്ന് പറയുന്നത് പോലെ അത് അതിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ ആ കോപത്തെ എത്തിച്ചു കഴിഞ്ഞിട്ട് പരാജയപ്പെടുത്തുമ്പോഴാണ് അവൻ മനസ്സിലാക്കുക, ഇതിലും വലിയ എൻ്റെ ശക്തിയേക്കാൾ വലിയൊരു ശക്തി എനിക്ക് ഈ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി നൽകിയ ആ ഭഗവാനെ, ആ ശക്തിയായിരിക്കുന്ന ആ ഭഗവാനെ അപ്പോഴാണ് യാഥാർത്ഥ്യം തിരിച്ചറിയുക. അപ്പോഴാണ് അഹങ്കാരം ശമിക്കുക. അതുകൊണ്ട് ഹിരണ്യാക്ഷൻ്റെ കോപത്തെ കൂട്ടാനായിട്ട് ഭഗവാൻ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് അവിടെ നമ്മൾ കാണുന്നത്. കുറേ നേരമായിട്ട് രണ്ടുപേരും തമ്മിലുള്ള ഗദായുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. തയോഹോ സ്പൃതോ തിക്മഗതഃ ആഹതഃ അംഗയോ അവരി തയോഹോ സ്പൃതോ തിക്മഗതഃ ആഹതഃ അംഗയോ ക്ഷത്രാശ്രവ ഘ്രാണ വിവൃദ്ധമന്യോ വിചിത്രമാർഗം ചരതഃ ജിഗീഷയാ വ്യഭാത് ഇളയാം ഇവ ശുഷ്മിണഃ മൃതഃ. തയോഹോ സ്പൃതോ തിക്മഗതഃ ആഹതഃ അംഗയോഹോ ക്ഷത്രാശ്രവ ഘ്രാണ വിവൃദ്ധമന്യോ വിചിത്രമാർഗാം ചരതഃ ജിഗീഷയാ വ്യഭാത് ഇളയാം ഇവ ശുഷ്മിണോഹോ മൃതഃ. തയോഹോ ഇനി അവർ തമ്മിൽ രണ്ടുപേരും തമ്മിലുള്ള സ്പൃതോ എന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള ആ യുദ്ധത്തിൽ തിക്മഗത, അതായത് തിക്മഗത എന്ന് വെച്ചാൽ കൂർത്ത നല്ല കനമുള്ളതും കൂർത്തതുമായ ഗത കൊണ്ട് ആഹതഃ അംഗയോ അടിയേറ്റിട്ട്, ആഹത എന്ന് വെച്ചാൽ മുറിവേറ്റു, അംഗയോ അവരുടെ രണ്ടുപേരുടെ ശരീരഭാഗങ്ങളിലും ഈ കൂർത്ത ഗത കൊണ്ടുള്ള അടിയേറ്റിട്ട് മുറിവേറ്റു എന്ന്. അങ്ങനെ മുറിവേറ്റപ്പോൾ ക്ഷത്രാശ്രവ ആ മുറിവിൽ നിന്നും ചോര രക്തം ഇങ്ങനെ വാർന്നൊഴുകുന്നു. ഘ്രാണ ആ രക്തം ഒഴുകുന്നതിൻ്റെ മണം ആ ഗന്ധം കിട്ടിയിട്ട് വിവൃദ്ധമന്യോ
വർദ്ധിച്ചു വരുന്ന കോപം, ആ മണം, രക്തത്തിൻ്റെ മണം വരുമ്പോൾ അവർക്ക് കോപം ഒന്നുകൂടി വർദ്ധിക്കുന്നു. അങ്ങനെ വിചിത്രമാർഗം ചരതഃ, പല പല വിചിത്രമായ മാർഗത്തിലൂടെ യുദ്ധതന്ത്രങ്ങൾ പല മാർഗങ്ങളാണ് പ്രയോഗിക്കുന്നത്. ഗദായുദ്ധം തന്നെയാണെങ്കിലും അതിൽ വിചിത്രമായ മാർഗങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ജിഗീഷയ എന്ന് വെച്ചാൽ വിജയിക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് അവർ തമ്മിലുള്ള ആ യുദ്ധം കാണുമ്പോൾ വ്യപാത് ഇളയാം ഇവ, വ്യപാത് എന്ന് വെച്ചാൽ അതുപോലെ തോന്നിച്ചു എന്ന്. ഏതുപോലെ എന്നാണ് ഇനി പറയുന്നത്. ഇളയാം എന്ന് വെച്ചാൽ ഒരു പശുവിനെ രക്ഷിക്കാൻ വേണ്ടി, ഇവ എന്ന് വെച്ചാൽ പോലെ, ശുഷ്മിണോ മൃതഹ, ശുഷ്മിണോ എന്ന് വെച്ചാൽ രണ്ട് കാളകൾ, മൃതഹ ഏറ്റുമുട്ടുന്നത് പോലെ എന്നാണ്. ഒരു പശുവിന് വേണ്ടിയിട്ട് രണ്ട് കാളകൾ ഏറ്റുമുട്ടുന്നത് പോലെ തോന്നുന്നു. ഇവിടെ പശു എന്ന് സങ്കല്പിക്കുന്നത് ആരെയാണെന്ന് അറിയാലോ? ഭൂമിയെ അല്ലെ. ഹിരണ്യാക്ഷൻ പറഞ്ഞത് എന്താ? ഭൂമി ഞങ്ങളുടെയാണ്, പാതാളവാസികളുടെ, ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാ, എടുത്തുകൊണ്ട് പോകരുതെന്നല്ലേ ഭഗവാനോട് പറഞ്ഞത്. ഭഗവാനാണെങ്കിൽ ഭൂമിയെ സംരക്ഷിക്കാനും. അപ്പോൾ രണ്ടുപേരും ഭൂമി, നമ്മൾ പരീക്ഷത്തിന്റെ കഥ കേട്ടപ്പോൾ ഓർമ്മയുണ്ടല്ലോ, ആ യമുനാ നദിയുടെ തീരത്തെത്തിയപ്പോൾ അദ്ദേഹം ഒരു കാഴ്ച കണ്ടത്, അതായത് ഭൂമിദേവി ഒരു നിസ്സഹായിയായിരിക്കുന്ന പശു അല്ലെ, ധർമ്മദേവൻ കാള, അതായത് ഒറ്റക്കാലിൽ നിൽക്കുന്ന കാളയായിട്ടാണ് കണ്ടത്. അപ്പം ഭൂമിദേവിയെ എല്ലാം തരുന്ന പശുവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ ഒരു പശുവിന് വേണ്ടിയിട്ട് രണ്ട് കാളകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് പോലെ തോന്നും. ഭൂമിദേവിക്ക് വേണ്ടിയിട്ട് സംരക്ഷിക്കാൻ വേണ്ടി വരാഹമൂർത്തിയും ഹിരണ്യാക്ഷനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അവരുടെ കയ്യിലെ കൂർത്ത ഗദ കൊണ്ടുള്ള ഈ ഗദായുധം കാരണം അവരുടെ ശരീരത്തിൽ മുറിവേറ്റ് അതിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്ന ആ മണം കിട്ടുമ്പോൾ അവരുടെ കോപം ഒന്നുകൂടി വർദ്ധിക്കുന്നു. അങ്ങനെ വിചിത്ര മാർഗങ്ങൾ ഉപയോഗിച്ച് വിജയിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവർ നടത്തുന്ന ആ ഗദായുധം കണ്ടാൽ ഒരു പശുവിന് വേണ്ടി രണ്ട് കാളകൾ തമ്മിൽ പോരടിക്കുന്നത് പോലെ തോന്നും എന്ന്. അതുപോലെ തോന്നും എന്നാണ് പറയുന്നത്. ഇനി ശ്ലോകം 20. ദൈത്യസ്യ യജ്ഞ അവയവസ്യ മായാ ഗൃഹീത വരാഹ തനോ മഹാത്മനഃ കൗരവ്യ മഹ്യാം ദ്വിഷിതഃ വിമർദ്ദനം ദിദൃക്ഷു ആഗാത് ഋഷിഭിഃ വൃതഃ സ്വരാട്ട്. ദൈത്യസ്യ യജ്ഞാവയവസ്യ മായാഗൃഹീത വരാഹ തനോഹോ മഹാത്മനഃ കൗരവ്യ മഹ്യാം ദ്വിഷിതഃ വിമർദ്ദനം ദിദൃക്ഷു ആഗാത് ഋഷിഭിഃ വൃതഃ സ്വരാട്ട്. അതായത് ദൈത്യരാജാവായ ഹിരണ്യാക്ഷനും യജ്ഞ അവയവസ്യ യജ്ഞസ്വരൂപനായ മായാഗൃഹീത മായയെ സ്വീകരിച്ചുകൊണ്ട് വരാഹത്തിന്റെ ശരീരത്തെ സ്വീകരിച്ച മഹാത്മനഃ മഹാത്മാവായിട്ടുള്ള സാക്ഷാൽ ശ്രീഹരിയും കൗരവ്യ വിതുരരെ വിളിക്കാണ്, അല്ലയോ വിതുരരെ, മഹ്യാം ഭൂമിക്ക് വേണ്ടിയിട്ട് ദ്വിഷിതഃ യുദ്ധം ചെയ്യുന്നു, വിമർദ്ദനം അവരവരുടെ, അതായത് ആ യുദ്ധത്തിൽ അവരവരുടെ അതായത് ഭാഗം ജയിക്കാൻ വേണ്ടിയിട്ട് ആ യുദ്ധം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയെ സ്വന്തമാക്കാൻ വേണ്ടി, ഭൂമിയെ സംരക്ഷിക്കാൻ, അവരവരുടെ ഭാഗം ജയിക്കാൻ വേണ്ടി അവർ രണ്ടുപേരും, ദൈത്യരാജാവും ഭഗവാനും തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് ദിദൃക്ഷ്യ നേരിട്ട് കാണാനായിട്ട് ആഗാത് വന്നു ചേർന്നു. ഋഷിഭി വൃതഃ മുനിമാരാൽ ചുറ്റപ്പെട്ടിട്ട് സ്വരാട്ട് ബ്രഹ്മാവ്. അപ്പോൾ ഭഗവാനും ഹിരണ്യാക്ഷനും തമ്മിൽ നടത്തുന്ന ആ ഗദായുദ്ധത്തെ, ഗംഭീരമായ ആ യുദ്ധത്തെ നേരിട്ട് കാണാൻ വേണ്ടി ബ്രഹ്മദേവൻ മുനിമാരാൽ ചുറ്റപ്പെട്ടിട്ട് ബ്രഹ്മാവും നേരിട്ട് കാണാൻ വന്നു നിന്നു. ബ്രഹ്മാവ് വന്നത് യുദ്ധത്തെ നേരിട്ട് കാണാൻ മാത്രമല്ല, ഭഗവാൻ ഒരു നിർദ്ദേശം കൊടുക്കാൻ കൂടി വേണ്ടിയാണ്. ആ നിർദ്ദേശം എന്താണെന്നാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ കാണുന്നത്. ശ്ലോകം 21. ആസന്ന ശൗണ്ഡീരം അഭേദ സാധ്വസം കൃത പ്രതീകാരം ആഹാര്യ വിക്രമം വിലക്ഷ്യ ദൈത്യം ഭഗവൻ സഹസ്രണീ ജഗാത നാരായണം ആദിസൂകരം. ആസന്ന ശൗണ്ഡീരം, ആസന്നം എന്ന് വെച്ചാൽ നേടിയെടുത്തത്, ശൗണ്ഡീരം എന്ന് വെച്ചാൽ വരം, നേടിയെടുത്ത വരബലത്താലും, അഭേദ സാധ്വസം എന്ന് വെച്ചാൽ ഭയമില്ലാത്ത, ഒന്നിനെയും ഭയമില്ലാത്തവനും, പ്രതികാരം ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവനും, ആഹാര്യ വിക്രമം ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ശക്തിമാനും, അതാണ് ആഹാര്യ വിക്രമം, അത്ര പരാക്രമശാലിയുമായിട്ടുള്ള ദൈത്യം ആ ഹിരണ്യാക്ഷനെ, ആ അസുരനെയും ഭഗവാൻ സഹസ്രണി, അതായത് ആ ഹിരണ്യാക്ഷനെ വിലക്ഷ്യ എന്ന് വെച്ചാൽ കണ്ടിട്ട്, ഭഗവാൻ എന്ന് പറയുന്നത് ഇവിടെ ബ്രഹ്മദേവനെ, സഹസ്രണി എന്ന് വെച്ചാൽ ദേവന്മാരുടെയൊക്കെ പിതാവായിട്ടുള്ള, ദേവന്മാരെ പോലും സൃഷ്ടിച്ച പിതാവായിട്ടുള്ള ആ ദേവൻ ഇതുപോലെ, അതായത് ബ്രഹ്മാവ് തന്നെ കൊടുത്ത വരബലത്താൽ ഒന്നിനെയും ഭയമില്ലാതെ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത അത്യധികം പരാക്രമശാലി പ്രതികാരദാഹിയായിട്ട് നിൽക്കുന്ന
ഹിരണ്യാക്ഷനെ ആ ബ്രഹ്മദേവൻ കണ്ടിട്ട് എന്താ ചെയ്തത്? നാരായണം ആദിസൂകരം, ഏറ്റവും ആദ്യമായിട്ട് സൂകരം എന്ന് വെച്ചാൽ ഒരു വരാഹത്തിൻ്റെ പന്നിയുടെ ശരീരം രൂപം സ്വീകരിച്ച സാക്ഷാൽ നാരായണ ഭഗവാനോട് ജഗാദ ഇപ്രകാരം പറഞ്ഞു. അപ്പം ബ്രഹ്മാവ് വന്നത് യുദ്ധം നേരിട്ട് കാണാൻ മാത്രമല്ല ഭഗവാനോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ കൂടിയായിരുന്നു. അതാണ് ഇനി ബ്രഹ്മാവ് പറയുന്നത്. അത് അടുത്ത ശ്ലോകം 22, 23 ഒരുമിച്ച്, അപ്പോഴാണ് അത് പൂർത്തിയാവുക. ബ്രഹ്മോവാച, ബ്രഹ്മാവ് പറയുകയാണ്, ഏഷതേ ദേവാ ദേവാനാം അംഗ്രിമൂലം ഉഭേയുഷാം വിപ്രാണാം സൗരഭേയീണാം ഭൂതാനാം അഭി അനാഗസാം ആഗസ്കൃത് ഭയകൃത് ദുഷ്കൃത് അസ്മാത് രാധവരഃ അസുരഃ അന്വേഷൻ അപ്രതിരതോ ലോകാൻ അടതി കണ്ടകഃ. ഇത്തിരി ശ്രദ്ധിച്ച് വായിക്കണത്. ഏഷ തേ ദേവ ദേവാനാം അംഗ്രിമൂലം ഉഭേയുഷാം വിപ്രാണാം സൗരഭേയീണാം ഭൂതാനാം അഭി അനാഗസാം ആഗസ്കൃത് ഭയകൃത് ദുഷ്കൃത് അസ്മാത് രാധവരഃ അസുരഃ അന്വേഷൻ അപ്രതിരതഃ ലോകാൻ അടതി കണ്ടകഃ. ഏഷ, അതായത് ഏഷ എന്ന് വെച്ചാൽ ആ അസുരന് ഹിരണ്യാക്ഷൻ. അപ്പം ബ്രഹ്മാവ് പറയാൻ കേട്ടാ, ദേവ അല്ലയോ ഭഗവാനെ, തേ അങ്ങയുടെ അംഗ്രിമൂല ഉഭേയുഷം, അങ്ങയുടെ ആ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിച്ച, അംഗ്രിമൂലം ഉഭേയുഷം, അങ്ങയുടെ ആ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിച്ച ദേവാനാം ദേവന്മാരെ, അതുപോലെ വിപ്രാണ ബ്രാഹ്മണന്മാരെ, സൗരഭേയീണ പശുക്കളെ, മനസ്സിലായോ? സൗരഭേയീണ എന്ന് വെച്ചാൽ പശുക്കളെ. ഇനി ഭൂതാനാം സകല ചരാചരങ്ങളെയും സകല ജീവജാലങ്ങളെയും, അഭി അനാഗസം എന്ന് വെച്ചാൽ നിരപരാധികളായിട്ടുള്ള സകല ജീവജാലങ്ങളെയും, ആകസ്കൃത് ദ്രോഹിക്കുകയും ഭയകൃത് ഭയപ്പെടുത്തുകയും ദുഷ്കൃത് അവരോട് തെറ്റ് ദുഷ്പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്ന ആ ഹിരണ്യാക്ഷൻ, അസ്മാത് രാധവരഃ അസുരഃ, ഞാൻ അനുഗ്രഹം കൊടുത്തിട്ട് ശക്തി നേടിയിട്ട് എൻ്റെ വരം സ്വീകരിച്ച് ശക്തി നേടിയ അസുരനാണ് അവൻ. ഭഗവാനോട് പറയുകയാണ്, അല്ലയോ ഭഗവാനെ ദേവ, ബ്രഹ്മാവ് പറയാണ്, അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിച്ച ദേവന്മാർ, ബ്രാഹ്മണന്മാർ, അതുപോലെ പശുക്കൾ, അതുപോലെ സകല ജീവജാലങ്ങളും, നിരപരാധികളായ സകല ജീവജാലങ്ങളെയും ദ്രോഹിക്കുന്ന, ഭയപ്പെടുത്തുന്ന, അവരെ ഉപദ്രവിച്ച് അവരോട് തെറ്റ് ചെയ്യുന്ന ഈ അസുരൻ എന്നിൽ നിന്നും വരം മേടിച്ചു. ആരാലും തോൽപ്പിക്കാൻ കഴിയാത്ത ശക്തിയുള്ളവൻ എന്ന എന്നിൽ നിന്നും വരം മേടിച്ചിട്ട് വന്ന ആ അസുരൻ എന്നിട്ട് എന്താ ചെയ്യുന്നത്? കണ്ടകഹ എന്ന് വെച്ചാൽ എല്ലാവരെയും ശല്യപ്പെടുത്തുന്ന ഒരു ശല്യക്കാരനായിട്ടുള്ള ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് വരം മേടിച്ചതിന് ശേഷം അന്വേഷൻ എന്ന് വെച്ചാൽ അന്വേഷിച്ചു നടന്നു. അപ്രതിരത, തനിക്കൊത്ത പോരാളിയെ ലോകാനടതി, എന്നിട്ട് ലോകം മുഴുവൻ സഞ്ചരിച്ചു നടക്കുകയാണ് ഇവൻ. അപ്പോൾ ബ്രഹ്മദേവൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാനെ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിച്ച ദേവന്മാർ, മഹർഷിമാർ, അതുപോലെ സാധാരണ ജനങ്ങൾ, എല്ലാ നിരപരാധികളായ ചരാചരങ്ങളും ജീവികളും, അവരെയൊക്കെ ദ്രോഹിക്കുന്ന, അവരെ ഭയപ്പെടുത്തുന്ന, അവരെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഈ എല്ലാവർക്കും ശല്യക്കാരനായ ഇവൻ എൻ്റെ കയ്യിൽ നിന്നും വരം മേടിച്ചിട്ട് ആ വരബലത്താൽ ഇപ്പോൾ ലോകം മുഴുവൻ തനിക്കെതിരെ, തൻ്റെ ശത്രുവിനെ, തനിക്കൊത്ത പോരാളിയെ അന്വേഷിച്ച് ലോകം മുഴുവൻ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ശ്ലോകം 24. മായേനം മായാവിനം ദൃപ്തം നിരങ്കുശം അസത്തമം ആക്രീഡ ബാലവത് ദേവ യഥാ അശീവിഷം ഉത്തിതം. മായേനം മായാവിനം ദൃപ്തം നിരങ്കുശം അസത്തമം ആക്രീഡ ബാലവത് ദേവ യഥാ അശീവിഷം ഉത്തിതം. അശീവിഷം ഉത്തിതം എന്നാണ് അത് വായിക്കാം. അപ്പോൾ മാ ഏനം എന്ന് വെച്ചാൽ, മാ എന്ന് വെച്ചാൽ അരുത് എന്നാണ് അർത്ഥം, ഏനം എന്ന് വെച്ചാൽ അവനെ. അപ്പോൾ ആ ഹിരണ്യാക്ഷൻ വരബലത്താലാണ് നിൽക്കുന്നത്. അപ്പോൾ ഏനം അവനെ, മായാവിനം അതായത് മായാവിയെ പോലെ മായാജാലം കാണിച്ച് ആളുകളെ ദ്രോഹിക്കുന്ന, ദൃപ്തം എന്ന് വെച്ചാൽ ധിക്കാരിയായിട്ടുള്ള, നിരങ്കുശം എന്ന് വെച്ചാൽ ആരെയും കൂട്ടാക്കാത്ത, ആരെയും ഒരു കൂസലില്ലാത്ത, അസത്തമം എന്ന് വെച്ചാൽ അത്രയും അസത്തായിട്ടുള്ള, ദുഷ്ടനായിട്ടുള്ള അവനെ, ആ ഹിരണ്യാക്ഷനെ, ബാലവത്ത് അല്ലയോ ദേവ, അല്ലയോ ഭഗവാനെ, ബാലവത്ത് ഒരു കുട്ടിയെ പോലെ, യഥാ എപ്രകാരമാണോ, അശീവിഷം എന്ന് വെച്ചാൽ ഒരു സർപ്പം, ഉത്തിതം എന്ന് വെച്ചാൽ വിഷം ചീറ്റുന്ന ഒരു സർപ്പത്തോടൊപ്പം ഒരു കുട്ടി കളിക്കുന്നത് പോലെ, അക്രീഡ കളിക്കുന്നത്, മാ അരുത് എന്ന്.
അതാണ് പറയുന്നത്. മാ എന്ന് വെച്ചാൽ അരുത്, അക്രീഡ മാ അക്രീഡ കളിക്കരുത് എന്നാണ്. അപ്പോൾ മായാവിയും ദുഷ്ടനും ധിക്കാരിയും ആരെയും കൂസാത്തവനുമായ ഈ അസുരൻ എന്നിൽ നിന്ന് വരം മേടിച്ചു പോയവൻ. അതുകൊണ്ട് അവൻ്റെ ശക്തി അങ്ങ് കുറച്ച് കാണരുത്, അതീവ ശക്തിമാനാണ് അവൻ. അപ്പോൾ ഒരു സർപ്പം, വിഷം ചീറ്റുന്ന ഒരു സർപ്പത്തിൻ്റെ അടുത്ത് കുട്ടി എങ്ങനെയാണ് കളിക്കുക? ഒരു കുഞ്ഞ് കളിക്കാതിരിക്കുക. കുഞ്ഞിനറിയില്ല അതിൻ്റെ ശക്തി, അതിൻ്റെ വിഷത്തിൻ്റെ ശക്തി കാഠിന്യം എന്താണെന്ന് കുഞ്ഞിനറിയില്ലല്ലോ. വിഷം ചീറ്റുന്ന ഒരു സർപ്പത്തിനോടൊപ്പം ഒരു കുട്ടി കളിക്കാതിരിക്കുന്നത് പോലെ അങ്ങ് ഇവനോടൊപ്പം ഗദായുദ്ധം നടത്തി ഇങ്ങനെ കളിച്ച് ഇവനെ ഇങ്ങനെ കളിപ്പിച്ച് ഇരിക്കാതെ എത്രയും പെട്ടെന്ന് അവനെ കൊല്ലൂ, അങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ കാരണം എന്താണെന്നുള്ളത് ഇനി അത് പറയാനുള്ള കാരണം എന്താണെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. കാരണം ബ്രഹ്മാവാണല്ലോ വരം കൊടുത്തത്, അതുകൊണ്ട് ബ്രഹ്മാവിന് തന്നെയാണ് ഒരു വിഷമം. എന്നിൽ നിന്ന് വരം മേടിച്ചിട്ടല്ലേ ഇവർ ഈ ദുഷ്ടതരങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ആ വരബലം എത്രയാണെന്ന് ബ്രഹ്മദേവൻ അറിയാം. അപ്പം അതുകൊണ്ട് ഭഗവാനെ ഓർമ്മിപ്പിക്കാം, മതി ഇങ്ങനെ ഈ കളിപ്പിച്ച് നിർത്തിയത്, വേഗം അവനെ ഇങ്ങോട്ട് കൊല്ലൂ. അതിൽ പറയാനുള്ള കാരണമാണ് 25-26 ശ്ലോകങ്ങളിൽ പറയുന്നത്. നാ യാവത് ഏഷ വർദ്ദേത സ്വാം വേലാം പ്രാപ്യദാരുണഃ സ്വാം ദേവ മായാം ആസ്തായ താവത് ജഹി അംഗം അച്യുത. അച്യുത, ച്യുതിയില്ലാത്തവനെ, നാശമില്ലാത്തവനെ അല്ലയോ ഭഗവാനെ. എന്നിട്ട് പറയാണ് സ്വാം എന്ന് വെച്ചാൽ ആ സ്വന്തം, സ്വാം എന്ന് വെച്ചാൽ സ്വന്തം, ആ ഹിരണ്യാക്ഷൻ്റെ സ്വന്തം, വേലാം എന്ന് വെച്ചാൽ രാക്ഷസയാമം. വേള എന്ന് വെച്ചാൽ അർത്ഥം രാക്ഷസയാമം എന്ന് വെച്ചാൽ രാക്ഷസന്മാർക്ക് ശക്തി വർദ്ധിക്കുന്ന, വീര്യം കൂടുന്ന സമയം, അതാണ് വേളാം, രാക്ഷസയാമം എന്ന് പറയുന്നത്. പ്രാപിക്കുകയാണെന്ന്, അത് അവൻ പ്രാപിക്കുന്നതിന്, പ്രാപിച്ചാൽ ദാരുണവർദ്ധതെ, ഭയാനകമായിട്ട്, സ്വാം എന്ന് വെച്ചാൽ അവൻ്റെ ശക്തി, വർദ്ധേത വർദ്ധിക്കും, നാ യാവത്ത് അതിനു മുൻപ്, നാ യാവത്ത് എന്ന് വെച്ചാൽ അതിനു മുൻപ് എന്നർത്ഥം. അപ്പം ഏഷ എന്ന് വെച്ചാൽ അവൻ, ആ ഹിരണ്യാക്ഷൻ്റെ, സ്വാം എന്ന് വെച്ചാൽ സ്വന്തം ശക്തി, വേളാം അതായത് അസുരന്മാരുടെ യാമം, അസുരന്മാരുടെ ശക്തി വർദ്ധിക്കുന്ന, വീര്യം വർദ്ധിക്കുന്ന സമയത്തെ പ്രാപിച്ചാൽ ദാരുണ ഭയാനകമായിട്ട് അവൻ്റെ ശക്തി വർദ്ധിക്കും. നാ യാവത് അതിനു മുൻപായിട്ട്, സ്വാം അല്ലെ ദേവ അല്ലയോ ഭഗവാനെ, സ്വാം അങ്ങയുടെ സ്വന്തം മായാം ആസ്ഥായ, ആ മായാശക്തിയെ ഉപയോഗിച്ചിട്ട് അംഗം പാപിയായ ആസുരനെ ജഹി താവത് വളരെ പെട്ടെന്ന് തന്നെ ജഹി അങ്ങ് വധിച്ചാലും. പറയാനുള്ള കാരണം എന്താ? അപ്പോൾ ഈ യുദ്ധം നടക്കുന്ന സമയം ഏകദേശം ഒരു ഉച്ച കഴിയാറായി, മധ്യാഹ്നം എന്ന് പറയും, ഉച്ച കഴിയാറായിട്ടുള്ളൊരു സമയത്താണ് ഈ യുദ്ധം നടക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന സമയം ത്രിസന്ധ്യ സമയമാണ്. ത്രിസന്ധ്യ സമയമായി കഴിഞ്ഞാൽ അസുരന്മാരുടെ ശക്തി കൂടും. മനസ്സിലായില്ലേ? ഈ നമ്മളത് മുന്നേ ദിദിയുടെ കഥ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് അസുരന്മാരുടെ ശക്തി കൂടുന്ന സമയമാണത്. അപ്പോൾ ആ സമയത്ത് അന്തരീക്ഷത്തിലൊക്കെ വളരെ മോശമായ ഊർജ്ജമായിരിക്കും കൂടി നിൽക്കുക. അതുകൊണ്ടാണ് ത്രിസന്ധ്യ സമയത്ത് നാമജപം നമുക്ക് ആവശ്യമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ ഈ ത്രിസന്ധ്യ സമയം ആവാറായി. അപ്പോൾ അതായിക്കഴിഞ്ഞാൽ അസുരന്മാരുടെ വീര്യം കൂടുന്ന സമയമാണ്. അപ്പോൾ അവൻ്റെ ശക്തി ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ വർദ്ധിക്കും. അതുകൊണ്ട് അതിനു മുൻപ് തന്നെ അങ്ങ് എത്രയും വേഗം അങ്ങയുടെ മായാശക്തിയാൽ അവനെ അങ്ങ് വധിച്ചാലും. ഇനി ശ്ലോകം 26. ഏഷാ ഘോരതമാ സന്ധ്യ ലോകചമ്പട്കരി പ്രഭോ ഉപസർപ്പതി സർവാത്മാൻ സുരാണാം ജയം ആവഹ. ഏഷ എന്നിട്ട് പറയാണ് ഇപ്പോൾ. അപ്പം സമയം വരാറായി, അവരുടെ അസുരയാമം അടുക്കാറായിട്ടുണ്ട്, അതുകൊണ്ട് അവനെ വേഗം വധിക്കും. ഇനി ഇപ്പോഴത്തെ സമയം ഏതാണെന്ന് പറയാണ്. ഏഷ ഇപ്പോൾ ഘോരതമ എന്ന് വെച്ചാൽ അന്ധകാരം സന്ധ്യ, അന്ധകാരം പരത്തുന്ന സന്ധ്യാസമയം, ലോകചമ്പട്കരി ലോകത്തെ മൂടാൻ പോവുകയാണെന്ന്, ലോകം മുഴുവനും ഭയപ്പെടുത്തുന്ന അന്ധകാരം, ഇരുട്ട് മൂടുന്ന സന്ധ്യാസമയം, ത്രിസന്ധ്യ സമയം ആവാറായി പ്രഭോ അല്ലയോ ഭഗവാനെ. അതുകൊണ്ട് ഉപസർപ്പതി എന്ന് വെച്ചാൽ ആവാറായി. അതിനാൽ സർവാത്മൻ സകല ചരാചരങ്ങളുടെ ഉള്ളിൽ ആത്മാവായി വസിക്കുന്ന പ്രഭോ ഭഗവാനെ, സുരാണാം ദേവന്മാരായ ഞങ്ങൾക്ക് ജയം ആവഹ എത്രയും പെട്ടെന്ന് അവനെ വധിച്ച് ജയം ആവഹ ജയം നേടിത്തരൂ എന്നും.
അപ്പോൾ അല്ലയോ ഭഗവാനെ, ഇപ്പോൾ മധ്യാഹ്നം കഴിയാറായി, എന്നിട്ട് ലോകം മുഴുവനും അന്ധകാരത്തിൽ ആഴ്ത്തുന്ന ത്രിസന്ധ്യ സമയത്തോട് അടുക്കാറായി തുടങ്ങി. അതുകൊണ്ട് അങ്ങ് എത്രയും പെട്ടെന്ന് പ്രഭു ആ ഹിരണ്യാക്ഷനെ വധിച്ചിട്ട് ദേവന്മാരായ ഞങ്ങൾക്ക് വിജയത്തെ നേടിത്തന്നാലും. കാരണം ത്രിസന്ധ്യയായി കഴിഞ്ഞാൽ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ അവൻ്റെ ശക്തി, വീര്യം കൂടും. അതിന് നിൽക്കാതെ എത്രയും പെട്ടെന്ന് അവനെ അങ്ങ് വധിച്ചു കളയണേ എന്ന് വിഷ്ണു വരാഹമൂർത്തിയെ ഓർമ്മിപ്പിക്കാനാണ് ബ്രഹ്മദേവൻ വന്നത്. ശ്ലോകം 27. അധുനാ ഏഷ അഭിജിത് നാമ യോഗഃ മൗഹൂർത്തികഃ ഹി അഗാത് ശിവായ നഃ ത്വം സുഹൃദം ആശു നിസ്തരഃ ദുസ്തരം. അധുനാ ഏഷ അഭിജിത് നാമ യോഗോ മൗഹൂർത്തികഃ ഹി അഗാത് ശിവായ നഃ ത്വം സുഹൃദം ആശു നിസ്തരഃ ദുസ്തരം. അധുന ഏഷ, ഇപ്പോൾ ഈ സമയം, അഭിജിത് നാമ എന്ന് വെച്ചാൽ ഏറ്റവും അഭിജിത്ത് എന്ന നാമത്തിൽ അറിയപ്പെടുന്ന മധ്യാഹ്ന സമയം, അതാണ് അഭിജിത് നാമ എന്ന് പറയുന്നത്. അഭിജിത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മധ്യാഹ്ന സമയമാണ് അധുന എന്ന് വെച്ചാൽ ഇപ്പോൾ, ഏഷ എന്ന് വെച്ചാൽ ഇത്. ഇപ്പോൾ ഈ നടക്കുന്നത് അഭിജിത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മധ്യാഹ്ന സമയമാണ്. യോഗ എന്ന് വെച്ചാൽ ഏറ്റവും അനുയോജ്യമായ സമയം. മൗഹൂർത്തിക എന്ന് വെച്ചാൽ മുഹൂർത്തം, ഏറ്റവും അനുയോജ്യമായ മുഹൂർത്തം. ഹി ആഗാത് എന്ന് വെച്ചാൽ അതിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. അവനെ വധിക്കാൻ അനുയോജ്യമായ മുഹൂർത്തമാണ് മധ്യാഹ്ന സമയം. ഏറ്റവും അനുയോജ്യമായ ഈ മുഹൂർത്തം, അഭിജിത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മധ്യാഹ്ന സമയം കടന്നു തീരാറായി എന്ന്. അതാണ് ഹി ആഗാത്, കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു, തീരാറായി. അതിനാൽ ത്വം ഭഗവാനെ, അങ്ങയുടെ സുഹൃതം, അങ്ങയുടെ സുഹൃത്തായിട്ടുള്ള നഹ, ഞങ്ങൾക്ക് ശിവായ മംഗളമുണ്ടാവാൻ, ക്ഷേമമുണ്ടാവാനായി ആശു വളരെ പെട്ടെന്ന് തന്നെ ദുസ്തരം ഈ ശത്രുവിനെ നിസ്തരഹ അങ്ങ് ഇല്ലാതാക്കിയാലും എന്ന്. മനസ്സിലായ? അപ്പം ഇപ്പോൾ മധ്യാഹ്ന സമയമാണ്, അത് കഴിയാറായിക്കൊണ്ടിരിക്കുന്നു, ഏറ്റവും അനുയോജ്യമായ മുഹൂർത്തം. അപ്പോൾ അങ്ങയുടെ ഭക്തരായിട്ടുള്ള ഞങ്ങളെ, ദേവന്മാരായ മറ്റു ബ്രാഹ്മണന്മാരും ഒക്കെ ആയിട്ടുള്ള ഞങ്ങൾക്ക് ക്ഷേമം നൽകാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് അവനെ അങ്ങ് വധിച്ചു കളഞ്ഞാലും. അങ്ങ് ഇങ്ങനെ കുട്ടി കളിക്കുന്നത് പോലെ അവനോട് കളിച്ച് നിൽക്കാതെ, ക്രീഡ കാണിക്കാതെ വേഗം വധിക്കൂ. കാരണം മധ്യാഹ്നമാണ് അതിന് അനുയോജ്യമായ സമയം. അത് കഴിഞ്ഞാൽ ത്രിസന്ധിയായി കഴിഞ്ഞാൽ അവൻ്റെ ശക്തി ഇരട്ടിക്കും, അപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിനു മുന്നേ അവനെ വധിച്ചാലും എന്ന് ഭഗവാനെ ഓർമ്മപ്പെടുത്തുകയാണ് ബ്രഹ്മദേവൻ ചെയ്തത്. ഇനി ശ്ലോകം 28. ദിഷ്ട്യാ ത്വം വിഹിതം മൃത്യും അയം ആസാദിത സ്വയം വിക്രമ്യ ഏനം മൃദേ ഹത്വാ ലോകാൻ ആദേഹി ശർമ്മണി. ദിഷ്ട്യാ ത്വാം വിഹിതം മൃത്യും അയം ആസാദിതഃ സ്വയം വിക്രമ്യ ഏനം മൃദേ ഹത്വാ ലോകാൻ ആദേഹി ശർമ്മണി. ദൃഷ്ട്യ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബ്രഹ്മദേവൻ തന്നെ പറയാൻ കേട്ടാ. അയം എന്ന് വെച്ചാൽ ആ അസുരൻ, ആ ഹിരണ്യാക്ഷൻ, ത്വാം അങ്ങയുടെ അടുത്തേക്ക്, വിഹിതം എന്ന് വെച്ചാൽ വിധിക്കപ്പെട്ട മൃത്യു, മരണത്തെ ഏറ്റുവാങ്ങാനായിട്ട് ആസാദിത സ്വയം വന്നു ചേർന്നതാ. അങ്ങ് അവനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതോ അല്ലെങ്കിൽ അങ്ങ് അവൻ്റെ അടുത്തേക്ക് പോയിട്ട് യുദ്ധം ചെയ്തതോ ഒന്നുമല്ല. അതാണ് പറയുന്നത് വിഹിതം മൃത്യു, അവന് വിധിക്കപ്പെട്ട മരണത്തെ ഏറ്റുവാങ്ങാൻ അയം ആ ഹിരണ്യാക്ഷൻ ത്വാം അങ്ങയുടെ അടുത്തേക്ക് ആസാദിത സ്വയം വന്നെത്തിയതാണ്. ദിഷ്ട്യ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഭാഗ്യം എന്ന് ബ്രഹ്മാവ് പറയാണ്. അത് ഞങ്ങളുടെ ഭാഗ്യം, അവനങ്ങനെ തോന്നിയത്. അതുകൊണ്ട് വിക്രമ്യ ഏനം എന്ന് വെച്ചാൽ ഇവനെ, വിക്രമ്യ എന്ന് വെച്ചാൽ അങ്ങയുടെ വീര്യം കാണിച്ചിട്ട് നിന്ന് സമയം കളയല്ലേ, അതാണ് വിക്രമ്യ എന്ന് പറയുന്നത്. അങ്ങയുടെ ശൗര്യം പ്രദർശിപ്പിച്ച് ഇവനെ മൃദേ യുദ്ധത്തിൽ ഹത്വ കൊന്നുകളയുക. അങ്ങനെ ലോകാൻ എല്ലാ ലോകങ്ങൾക്കും ശർമ്മണി സമാധാനത്തെ ആദേഹി അങ്ങ് സ്ഥാപിച്ചാലും എന്ന്. അപ്പോൾ അങ്ങ് ഇവനെ അന്വേഷിച്ചു പോയതല്ല, അവനിൽ വിധിക്കപ്പെട്ട മരണത്തെ ഏറ്റുവാങ്ങാൻ അവൻ സ്വയം തന്നെ അങ്ങയുടെ അടുത്തേക്ക് വന്നതാണ്. അതാണ് ദിഷ്ട്യ, ഞങ്ങളുടെ ഭാഗ്യമാണത്. അതുകൊണ്ട് അങ്ങയുടെ ശക്തി എന്താണെന്ന് അവനെ അങ്ങോട്ട് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് അവനെ അങ്ങ് വധിച്ച് ഈ ലോകങ്ങൾക്കൊക്കെ ഒരു സമാധാനത്തെ അങ്ങ് സ്ഥാപിച്ചാലും എന്ന് ബ്രഹ്മദേവൻ ഓർമ്മിപ്പിക്കുകയാണ് വരാഹമൂർത്തിയെ. അപ്പോൾ തുടർന്ന് അടുത്ത അധ്യായം 19 ഹിരണ്യാക്ഷ അസുരൻ്റെ വധമാണ്. ഹിരണ്യാക്ഷനെ ഭഗവാൻ വധിക്കുന്നതാണ് ഇനി നമ്മൾ അധ്യായം 19 അടുത്ത ദിവസം കാണാൻ പോകുന്നത്.
അപ്പോൾ അതിലാണ് ഇനി ഭഗവാൻ വധിക്കുന്നത്. അപ്പോൾ ബ്രഹ്മാവ് ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് ഇനി ഭഗവാൻ ആ കർമ്മത്തിലേക്ക് കടക്കുന്നത് എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ ഇന്നത്തെ സത്സംഗം കഴിഞ്ഞു.